തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ത്രിതല പഞ്ചായത്തുകളിൽ മുനിസിപ്പാലിറ്റികളിലെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ആദ്യം. അതിനുശേഷം ഇപ്പോൾ കോർപ്പറേഷനുകളിലേക്ക് കൗൺസിലർമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങാണ്. പലയിടത്തും അനിശ്ചിതത്വമുണ്ട്, പല അഭ്യൂഹങ്ങളുമുണ്ട്. അതിൽ പാലാ നഗരസഭ ആര് ഭരിക്കും എന്നുള്ളത് ഇന്നറിയാൻ കഴിയും. സ്വതന്ത്രരായി വിജയിച്ച പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേർ ഇന്ന് നിലപാട് വ്യക്തമാക്കും. തീരുമാനമെടുക്കാൻ വിളിച്ച ജനസഭ ഇന്ന് വൈകിട്ട് ചേരും. സ്ഥാനാർത്ഥികൾ സത്യപ്രതിജ്ഞ ചെയ്തു. ആരെ പിന്തുണയ്ക്കണം എന്ന് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ് ബിനു പുളിക്കക്കണ്ടം പറഞ്ഞത്. അവസരം ലഭിച്ചാൽ നഗരസഭ അധ്യക്ഷയാകുന്നതിൽ സന്തോഷമെന്ന് ദിയ ബിനു പറഞ്ഞു. പ്രതികരണം കേൾക്കാം. പാലാ നഗരസഭയിൽ എന്തായാലും സത്യപ്രതിജ്ഞ കൂടി കഴിഞ്ഞിരിക്കുകയാണ്. എന്നോടൊപ്പം ഉള്ളത് പുളിക്കക്കണ്ടത്തെ 3 സ്ഥാനാർത്ഥികളാണ്. ഒരു ഘട്ടവും കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യമായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് എങ്ങനെയാണെന്ന് തന്നെ ആദ്യം ചോദിക്കാം. എങ്ങനെയാണ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്ര ആൾക്കാരുടെ മുന്നിൽ ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് അച്ഛന്റെ വെല്ലിച്ചന്റെ മുന്നിൽ അതൊരു വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു. നഗരസഭ ആര് ഭരിക്കണമെന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണെന്നാണ് ഇപ്പോൾ പൊതുവെ ചർച്ച ചെയ്യുന്നത്. തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്ന് വൈകിട്ട് ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞങ്ങളുടെ 3 വാർഡിലെയും ജനങ്ങളെ വാർഡ് ജനസഭയായിട്ട് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ പരസ്യമായി പറയുന്നവർക്ക് പരസ്യമായി രേഖപ്പെടുത്തുകയോ അല്ലാത്തവരെ ഞങ്ങളെ എഴുതി അറിയിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അവരുടെ ഒരു പൾസ്, ഞങ്ങൾ ഒരു മുന്നണിയുടെയോ ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പേരിലല്ല മത്സരിച്ച്, ജനങ്ങളാണ് ഞങ്ങൾക്ക് ഈ അവസരം തന്നത്. അപ്പോൾ അവരെ പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള തീരുമാനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വൈകിട്ട് അതിന് ശേഷം ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്ന് അവർ കേട്ടതിന് ശേഷമാണ്. ഇതുപോലെ നിലവിൽ വരുന്ന വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുക. ഈ 3 പേരും, അപ്പം സഹോദരനുണ്ട്, സഹോദരന്റെ മകളുണ്ട്, എന്താണ് തോന്നുന്നത്? ഒരു ഫാമിലി എന്നുള്ള നിലയിൽ എന്താണ് നിങ്ങൾക്ക്? അല്ല, കുടുംബാംഗങ്ങളാണെന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ അതിനപ്പുറം ഞങ്ങൾക്കെല്ലാം ഓരോരുത്തർക്കും ഓരോ വിഷനുണ്ട്. അത് കൂടിച്ചേർന്ന് ഒന്നിച്ച് മുന്നോട്ട് പോകുമെന്നാണ് തന്നെയാണ് പറയാനുള്ളത്. ഇത്തവണ നഗരസഭയിലേക്ക് എത്തിയിരിക്കുന്നത് തല മുണ്ടനം ചെയ്തുകൊണ്ടാണ്. പണ്ട് കറുത്ത ഷർട്ട് ഇട്ടുകൊണ്ട് പ്രതിഷേധിച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ പലരിനൊക്കെ പോയി മുട്ടയടിക്കണമെന്ന് തോന്നിയത്? അല്ല, തല മുണ്ടനം ചെയ്യുന്ന ഒരു പുതുമയുള്ളതല്ലേ. ഞാൻ 5ാമത്തെ പ്രാവശ്യമാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ 5 പ്രാവശ്യവും വേളാങ്കണ്ണി പളനി തീർത്ഥാടനം ചെയ്തിട്ടാണ് ഞാൻ വരാറ്. ഇപ്രാവശ്യം 2 ദിവസം താമസിച്ചു പോയി എന്നുള്ളതുള്ളൂ. ഇതിൽ പുതുമയില്ല. ഷർട്ടിട്ട വിഷയവും ഇതും എൻ്റയർലി ഡിഫറൻ്റ് ആണ്. ഷർട്ടിട്ട എന്ന് പറഞ്ഞാൽ ഒരു അർഹതപ്പെട്ടത് നിഷേധിച്ചപ്പോഴുള്ള വൈകാരികമായ അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിന്റെ ഒരു ഇതായിരുന്നു. ഇത് ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് തുടർച്ചയായി ചെയ്തതാണ്. ഈ പ്രാവശ്യമായിട്ട് ചെയ്തതല്ല, എല്ലാ പ്രാവശ്യം ചെയ്തതാണ്. ഞങ്ങൾ എല്ലാവരും ചെയ്തതാണ്. കൂടെ വർക്ക് ചെയ്തവരും ഒക്കെ ചെയ്തതാണ്. ഇത്തവണ നഗരസഭ അധ്യക്ഷയാണ്. ഒരു സാധ്യത കാണുന്നുണ്ടോ? പറയണം. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ സന്തോഷത്തോടെ സ്വീകരിക്കും. അവസരം ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നതാണ്. ഇപ്പൊ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. എന്തായാലും പാലാ നഗരസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൗൺസിലർ കൂടിയാണ്. എന്തായാലും പുളിക്കക്കണ്ടം ഫാമിലിയുടെ തീരുമാനം, അവരിന്ന് വൈകുന്നേരം യോഗം ചേർന്ന് ജനങ്ങളുടെ പൾസ് അറിഞ്ഞ ശേഷമായിരിക്കും ആ തീരുമാനമെടുക്കുക. കോട്ടയത്ത് നിന്ന് പ്രശാന്ത് മണിമലയ്ക്കൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.